നമസ്കാരം. ഹലോ. വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. എൻ്റെ ചാനലിൻ്റെ പേരാട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് നാളായിട്ടുള്ളൂ, 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തുടക്കക്കാരി എന്ന നിലയിൽ ചെറിയ ചെറിയ വീഡിയോസും പിന്നെ ഡേ ഇൻ മൈ ലൈഫും അതോടൊപ്പം ഇപ്പോൾ ഞാൻ ഹസ്ബൻഡും മക്കളും കൂടെ ചേർന്നിട്ട് തന്നെ കുറച്ച് കുഞ്ഞു കോമഡി ഷോർട്സൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കുറേയൊക്കെ സപ്പോർട്ടും കുറേ നല്ല രീതിയിലുള്ള ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണം ഇന്ന് മുതൽ ഒരു ലൈവ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾ ജസ്റ്റ് ഇന്നലെ ഒന്ന് ട്രയൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 9:30 ആകുമ്പോൾ ഞങ്ങളിന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഫാമിലി ചേർന്നിട്ട് ഞങ്ങൾ ഇന്നൊരു ലൈവ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പേരുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണം ഞങ്ങൾക്ക് വേണം. അപ്പോൾ അതെന്തായാലും ഉണ്ടാകുമെന്ന് കരുതുന്നു. ആക്ച്വലി എൻ്റെ പ്ലേസ് എറണാകുളമാണ്. മൂവാറ്റുപുഴയാണ് ഞങ്ങളുടെ കറക്റ്റ് സ്ഥലം വരുന്നത് കേട്ടോ. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡ്, മുഫാസ് എന്നാണ് പേര്, 2 മക്കളുണ്ട്, ബിലാലും നൈഹയും. മോന് 4th, മോക്കിപ്പോൾ ഒരു 1.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കുടുംബം അടങ്ങുന്നതാണ് ഞങ്ങളുടെ ചാനലെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിങ്ങനെ വ്യൂ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് എനിക്കിഷ്ടമാണ് എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പം ഏൺ ചെയ്യുക മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ യൂട്യൂബ് ചാനൽ. എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ഇക്കാടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. മക്കളാണെങ്കിൽ കുറച്ചൊക്കെ അവർ ആയി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒത്തിരി സപ്പോർട്ട് ആയി വരുന്നു. തുടക്കക്കാരി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ലൈവ് വീഡിയോയിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ മറക്കണ്ട 9:30 ആകുമ്പോൾ കേട്ടോ. എൻ്റെ ചാനലിൻ്റെ പേര് സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എന്നാണ്. അപ്പോൾ നമുക്ക് 9:30 ആകുമ്പോൾ കാണാം കേട്ടോ.